മുണ്ടക്കയിലും ചൂരൽമലയിലും തിരിച്ചറിയപ്പെടാനാകാത്ത വിധം ഉരുളെടുത്ത ജീവനുകൾക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമം. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ സ്ഥലത്ത് മൃതദേഹങ്ങൾ അല്പസമയത്തിനകം സംസ്കരിക്കും. മേപ്പാടി CHCയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി. 8 മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുക. ഇപ്പോൾ ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറി ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ ആംബുലൻസിൽ എത്തിക്കുക എന്നതിലേക്കാണോ കാര്യങ്ങൾ ഊന്നുന്നത്? തീർച്ചയായും വേണു, അത്തരം നടപടികളിലേക്ക് കടക്കുകയാണ്. നിലവിൽ 8 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. 9 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുന്നത്. കാരണം ഈ 8 മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ്. എന്നാൽ ഒരു മൃതദേഹം അത് തിരിച്ചറിഞ്ഞ മൃതദേഹമാണ്. ആ മൃതദേഹം ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയം മുൻപ്. അപ്പോൾ ഇനി 8 മൃതദേഹങ്ങൾ അത് തിരിച്ചറിയാത്ത മൃതദേഹമാണ്. ഈ തിരിച്ചറിഞ്ഞ മൃതദേഹം എന്ന് പറയുന്നത് വൈത്തിരി കോളിച്ചാൽ സ്വദേശിനി മൊഹ്സിനയുടേതാണ്. അത് അവരുടെ ബന്ധുക്കൾ വന്ന് തിരിച്ചറിയുകയും പിന്നീട് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ സംസ്കാര ചടങ്ങുകളിൽ ഈ മൃതദേഹം കൂടി ഉൾപ്പെടുത്താൻ ഇവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം കൂടി സംസ്കരിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഒരു 2 മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാത്തതുണ്ടായിരുന്നു. ആ മൃതദേഹങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി അതായത് ആ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി അതിനുശേഷം സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ടായിരുന്നു. സർക്കാരിന്റെ അനുമതിയും ലഭ്യമായി. പിന്നീട് പഞ്ചായത്തുകളുടെ അനുമതിയായിരുന്നു. കാരണം ഈ മരിച്ചവർ വിവിധ പഞ്ചായത്തുകൾ പെടുന്നവരാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം ആവശ്യമുണ്ടായിരുന്നു. കാരണം നാളെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് അതായത് ഇതിനുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹങ്ങൾക്ക് അവകാശികൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ആ നടപടിക്രമം അത്രയും പൂർത്തിയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഉത്തരവും ഇപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് ലഭിച്ചു കഴിഞ്ഞു, ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ നടപടി പൂർത്തിയാക്കിയത് കൊണ്ട് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പുത്തുമലയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ആംബുലൻസ് മാത്രമായിരുന്നു, അത് അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഉപയോഗിക്കേണ്ട ഒരു ആംബുലൻസ് മാത്രമായിരുന്നു ഞാൻ നിൽക്കുന്ന APJ അബ്ദുൽ കലാം ഈ കമ്മ്യൂണിറ്റി ഹാളിന് മുൻവശത്തുണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്ട്രെച്ചറുകൾ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ റീത്ത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള റീത്ത് വെക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. റീത്തുകൾ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാളിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മന്ത്രി എം പി രാജേഷ് ഉണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഈ മൃതദേഹങ്ങളെ അനുഗമിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ഇതിൻ്റെ തൊട്ടടുത്തുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യാലയത്തിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റു മന്ത്രിമാർ ഇതിനോടകം തന്നെ ഈ പുത്തുമലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ മൃതദേഹങ്ങളെ അനുഗമിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റുകയാണ്. അതായത് 8 മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള 8 മൃതദേഹങ്ങൾ. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞ മൃതദേഹമാണ്. അവരുടെ ബന്ധുക്കൾ വന്നു. വൈത്തിരി കാളിച്ചാൽ സ്വദേശിനിയായിട്ടുള്ള മൊഹ്സീനയുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. ആ മൃതദേഹവും ഈ 8 മൃതദേഹങ്ങൾക്കൊപ്പം സംസ്കരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം ഈ മൃതദേഹം APJ അബ്ദുൽ കലാം ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ഇവിടേക്ക് പുത്തുമലയിലേക്ക് കൊണ്ടുപോകും. ഷഹദ് റഹ്മാനാണ് മേപ്പാടി CHCയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. 8 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം വിവിധ ആംബുലൻസുകളിലായി പുത്തുമലയിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. തദ്ദേശ മന്ത്രി MP രാജേഷ് അവിടെയുണ്ട്. അവിടെ ആ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി സർക്കാരിൻ്റെ ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുമെന്നും ഇപ്പോൾ ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് വിവിധ ആംബുലൻസുകളിലായി 8 മൃതദേഹങ്ങൾ പുത്തുമലയിലെത്തിക്കും. നേരത്തെ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. വൈത്തിരി കാളിച്ചാൽ സ്വദേശിനി മൊഹ്സിനിയുടെ മൃതദേഹമാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. അവരുടെ ആവശ്യപ്രകാരം ഈ മൊഹ്സിനിയെയും ഈ പറയുന്ന പുത്തുമലയിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത് തന്നെയാകും സംസ്കരിക്കുക. അങ്ങനെ ഇന്ന്
9 മൃതദേഹങ്ങളാണ് അവിടെ സംസ്കരിക്കുക. 8 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ളതാണ്. വിവിധ പഞ്ചായത്തുകളുടെ അനുമതി പത്രം അതുകൊണ്ട് തന്നെ ആവശ്യമായിരുന്നു ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ആ ഒടുവിലത്തെ കടമ്പയും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ വിവിധ ആംബുലൻസുകളിലായി പുത്തുമലയിലെത്തിക്കും. ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്ന് പുത്തുമലയിലേക്കുള്ളത്. അത് ഒരുപക്ഷെ ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്തേക്കാം, അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എടുത്തേക്കാം അവിടെ ഈ മൃതദേഹങ്ങൾ എത്തിക്കാൻ. അതിനുശേഷം സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും അവിടെ സംസ്കാര നടപടികൾ. പുത്തുമലയിൽ നിന്ന് സജോ ദേവസ്യം ചേരുന്നുണ്ട്. സജോ, അവിടെയും ഇനിയിപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നതാണല്ലോ. മന്ത്രിമാരടക്കം എത്തിയെന്നറിയുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, മന്ത്രിമാരടക്കം ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് നേതൃത്വം വഹിക്കുന്നതിനൊക്കെയായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. റവന്യൂ മന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ സംഘമാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരുക്കങ്ങളായി ഒന്നും തന്നെ ചെയ്യാനില്ല. ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചാൽ ഉടൻ സർവ്വമത പ്രാർത്ഥനയിലേക്ക് കടക്കും. അതിനുശേഷം സംസ്കാരത്തിലേക്ക് പോവുക എന്നതാണ്. ഇവിടെ ആദ്യം പ്രത്യേകമായി തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രാർത്ഥനകൾ നടത്താനുള്ള സമയം അനുവദിച്ച് നൽകും. അത് പൂർത്തീകരിക്കണം. അതിനുശേഷമായിരിക്കും ഓരോന്നായി മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക്, അതായത് കുഴിമാടങ്ങൾ നേരത്തെ തന്നെ കൃത്യമായി സജ്ജമാക്കിയതാണ്. 9 മൃതദേഹങ്ങളാണ് എത്തുക. യഥാർത്ഥത്തിൽ 39 കുഴിമാടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പിന്നീട് അങ്ങോട്ടേക്ക് കൂടി ഉപയോഗിക്കാം എന്ന നിലയ്ക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത്തരം ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്കൊരു മേപ്പാടി CHCയിലാണുള്ളത്. അവിടെ കമ്മ്യൂണിറ്റി ഹാളിലും ഒക്കെയായാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നത് ഏതാണ്ടൊരു 15 കിലോമീറ്റർ ദൂരമുണ്ട്. സാധാരണഗതിയിൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെയാണ് യാത്ര വരിക. ആ സമയം കൊണ്ട് തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് പൈലറ്റ് വാഹനം ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് കുറേ കൂടി വേഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കും എന്ന് കരുതുന്നു. അങ്ങനെ വരുമ്പോൾ പോലും അവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെയും ഒരു 3/4 മണിക്കൂർ എന്തായാലും എടുക്കും. അതിനുശേഷം ഇവിടെ സർവ്വമത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും കൂടി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും സംസ്കാരത്തിലേക്ക് കടക്കുക. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി സമയം അധികരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. അതിന് മുന്നോടിയായാണ് മന്ത്രിമാർ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം വഹിക്കുന്നതിനൊക്കെ തന്നെ എത്തിയിട്ടുള്ളത്. ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒപ്പം പഞ്ചായത്ത് പ്രത്യേകമായി തന്നെ തദ്ദേശ സ്ഥാപനം എന്ന നിലയ്ക്കാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഇവിടെ സ്ഥലം എന്നത് ഹാരിസൺ മലയാളത്തിൻ്റെ പ്ലാന്റേഷൻ ഭൂമിയാണ്. അവിടെ പക്ഷേ നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലമാണ്, ആ ഭൂമിയാണ്. ഇവിടെ അതിന് അനുയോജ്യമായ സ്ഥലമാണെന്ന് നേരത്തെ തന്നെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നു. നേരത്തെ മറ്റു സ്ഥലങ്ങൾ സംബന്ധിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊക്കെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടു. അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. പിന്നീട് ഇങ്ങോട്ടേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് ഈ സ്ഥലം കൃത്യമായി തന്നെ ഒരുക്കി. ഈ 2 ഭാഗങ്ങളായി സ്ഥലം കൃത്യമായി ഒരുക്കി. ഇനിയിപ്പോൾ അത് സർക്കാർ ഈ 67 സെൻറ്റാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയും അങ്ങോട്ടേക്ക് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ സംസ്കരിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദരപൂർവ്വം തന്നെ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നേരത്തെ തന്നെ പൂർത്തീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. അങ്ങനെയുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതാണ്. ഇനി ആ മനുഷ്യർക്ക് നിത്യവിശ്രമത്തിനുള്ള സ്ഥലം, അവിടുത്തെ ചടങ്ങുകൾ, അതൊക്കെ ഏറ്റവും ആദരപൂർവ്വം നടത്തേണ്ടതുണ്ട്. അത് അവർക്ക് ലഭിക്കുന്ന, തിരിച്ചറിയപ്പെടാതെ പോയവരാണതിൽ ഭൂരിപക്ഷമെങ്കിലും, അതല്ലാത്ത ഒരു കേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും ആദരപൂർവ്വം നൽകേണ്ടത് ഒരു നീതിയാണ്. ആ നീതി ഉറപ്പാക്കുക എന്നത് മറ്റു മനുഷ്യരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യർ യഥാർത്ഥത്തിൽ ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകരായും ഇതിൻ്റെ സംഘാടകരെന്ന നിലയ്ക്കും ഒപ്പം ഉദ്യോഗസ്ഥരായും ജനപ്രതിനിധികളും ഒക്കെയായി ഇവിടെ തുടരുന്നത്. അനേകം മനുഷ്യർ യഥാർത്ഥത്തിൽ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ പല സമയക്രമങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം കടന്നുപോയി. അപ്പോഴും ഈ മനുഷ്യരെല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത് പലപ്പോഴും കൂടുതൽ പേരറിയാത്ത ആ മനുഷ്യരാണ്, തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോയ മനുഷ്യരാണ്, ആ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരാണ്. അവർക്ക് അവസാനമായൊരു നീതി ഉറപ്പാക്കുക എന്ന കാര്യത്തിൽ ആർക്കും ഭിന്നാഭിപ്രായങ്ങളൊന്നുമില്ല. ഒരേ മനസ്സോടുകൂടി അതിനുവേണ്ടി എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നു. ഒപ്പം ഉറ്റവർ ഇപ്പോഴും ഉറ്റവരെ തേടി കാണാമറയത്ത് തുടരുന്ന, അല്ലെങ്കിൽ കിട്ടാതെ പോയ, കണ്ടുകിട്ടാത്ത ഉറ്റവരെ തേടി അനേകം മനുഷ്യർ യഥാർത്ഥത്തിൽ വിവിധയിടങ്ങളിൽ ദുരന്ത ഭൂമിയിൽ എല്ലാവരും പലയിടങ്ങളിലായി അവരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. പിന്നീട് മോർച്ചറികളിൽ, ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ, അങ്ങനെ പലയിടങ്ങളിലായി. സജോയിലേക്ക് വരാം. ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് വീണ്ടും ഷഹദ് റഹ്മാൻ ചേരുകയാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷഹദ്, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
വീണു, ഇത് മൃതദേഹങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. 4 ആംബുലൻസുകളിലാണ് ഈ മൃതദേഹം കൊണ്ടുവരുന്നത്, പുറത്തേക്ക് ഇറക്കുന്നത്. അതായത് പഞ്ചായത്തുകളുടെ ഓരോ പ്രതിനിധികൾ ഈ ആംബുലൻസുകളെ അനുഗമിക്കും. ഓരോ ആംബുലൻസിന് മുകളിലും കൃത്യമായിട്ട് ആരുടെ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുടെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറുടെയൊക്കെ ഒപ്പിട്ട ഒരു സ്റ്റിക്കർ തന്നെ പതിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട്, നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട്. അപ്പോൾ 8 മൃതദേഹങ്ങളാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. 4 ആംബുലൻസുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ 4 ആംബുലൻസുകളിലാണ് ഇത്തരത്തിൽ 8 മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. പോലീസ് ഈ മൃതദേഹങ്ങളെ അനുഗമിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ APJ അബ്ദുൽ കലാം ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നുമാണ് ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത്. അതായത് ആരാലും തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് എടുക്കുന്നത്. ആദ്യത്തെ ആംബുലൻസിൽ ഒരു മൃതദേഹം കയറ്റി, ഇനി അടുത്ത ആംബുലൻസ് മൂവ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ആംബുലൻസിലേക്ക് മൃതദേഹങ്ങൾ കയറ്റാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും കൂടിയിരിക്കുന്നത്, ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെയാണ്. പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരുമാണ് കൂടുതലായിട്ടും ഇവിടെയുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് പഞ്ചായത്താണ്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും അതുപോലെ ഈ പഞ്ചായത്തിലെ ഓരോ ഉദ്യോഗസ്ഥരും ഈ മൃതദേഹങ്ങളെ അനുഗമിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതായത് 6 മൃതദേഹങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി. പിന്നീട് സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി വാങ്ങണമായിരുന്നു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട്. ആ പ്രൊസീജിയർ പൂർത്തിയാക്കി. പിന്നീട് വിവിധ പഞ്ചായത്തുകളിൽ പെടുന്നവരാണ് ഈ മരിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ വിവിധ പഞ്ചായത്തുകളുടെ അനുമതി പത്രവും ആവശ്യമായിട്ടുണ്ടായിരുന്നു. ആ നടപടിക്രമവും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ മൃതദേഹം, ഇപ്പോൾ ഇതാ രണ്ടാമത്തെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. നമുക്കറിയാം, ഏറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കാണാനുള്ളത്. കാരണം ആരാലും ഇല്ലാത്ത ആളുകൾ. കാരണം ഈ മൃതദേഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും അതുപോലെ തന്നെ വിവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ഒരുപാട് പേരുള്ള ആളുകളാണ്. ഇന്ന് ആരാലും തിരിച്ചറിയപ്പെടാൻ പോലും പറ്റാതെ, ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ ഉള്ള മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആംബുലൻസുകളിലേക്ക് കയറ്റുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ബഹുമതികളോടും കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. കാരണം നമുക്കറിയാം, മാതാപിതാക്കളുണ്ടായിരുന്നു, അതുപോലെ തന്നെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുള്ള ഓരോ ആളുകളുമാണ്. പക്ഷേ ഈ മരണം, ഈ ഉരുൾ വിഴുങ്ങിയ ഘട്ടത്തിൽ ഇപ്പോൾ ആരാൽ പോലും അറിയപ്പെടാതെ അല്ലെങ്കിൽ ആരാലും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ആരാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധമാണ് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന ആളാണെന്ന് പറയാൻ പോലും പക്ഷേ പല കുടുംബങ്ങളിലും ആളുകളില്ല എന്നുള്ളതാണ്. നമ്മൾ പല ഘട്ടങ്ങളിൽ പല ആളുകളെ ഈ ക്യാമ്പുകളിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും കണ്ടു. അതിലൊക്കെ ഒരു കുടുംബത്തിലെ 11 പേരും അതുപോലെ തന്നെ 12 പേരുമൊക്കെ മരിച്ച ആളുകളുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ ആരും തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിരവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള 8 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്നും പുത്തുമലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അവിടെ സർവമത പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ മൃതദേഹങ്ങൾ ശരി, ഷഹദ് റഹ്മാനാണ് മേപ്പാടിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നത്. അവിടെ 8 മൃതദേഹങ്ങളാണുള്ളത്. ഈ 8 മൃതദേഹങ്ങളും പുത്തുമലയിൽ എത്തിച്ച ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത്. ഓരോരോ മൃതദേഹങ്ങളായി ഇപ്പോൾ മേപ്പാടി CHCയിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ആംബുലൻസുകളിൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരും അനുഗമിക്കും. അതിനുശേഷം പുത്തുമലയിലേക്ക് എത്തിക്കും. ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെയാണ് പുത്തുമല. അവിടെയാണ് ഇനി സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുക.